ഭീകരവിരുദ്ധ പോരാട്ടത്തിന് സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരരെ നേരിടാനുള്ള സമയവും രീതിയും ലക്ഷ്യവും സൈന്യത്തിന് തീരുമാനിക്കാം. പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന അടിയന്തര യോഗത്തിലാണ് തീരുമാനം. പ്രതിരോധ മന്ത്രി അടക്കമുള്ളവരുമായി നടത്തിയ ചർച്ചകൾക്ക് പിന്നാലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രധാനമന്ത്രിയുടെ വസതിയിലെത്തി. പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന നിർണായക യോഗത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും സംയുക്ത സേനാ മേധാവി അനിൽ ചൌഹാനും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും പങ്കെടുത്തു. ജമ്മു കാശ്മീരിലെ നിലവിലെ സ്ഥിതിഗതികൾ യോഗത്തിൽ അജിത് ഡോവൽ വിശദീകരിച്ചു. അതിർത്തിയിലെ സാഹചര്യം യോഗത്തിൽ വിലയിരുത്തി. കരസേന മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി, നാവികസേന മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി, വ്യോമസേന മേധാവി അമർപ്രീത് സിംഗ് എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. 1.5 മണിക്കൂർ നീണ്ട യോഗത്തിൽ ഇന്ത്യൻ സായുധ സേനയുടെ 3 സേനാ മേധാവികളും നിലവിലെ സൈനിക നീക്കങ്ങൾ സംബന്ധിച്ച് വിവരങ്ങളും കൈമാറി. സേനാ വിഭാഗങ്ങളുടെ തയ്യാറെടുപ്പിലും മികവിലും പൂർണ്ണ വിശ്വാസം രേഖപ്പെടുത്തിയ പ്രധാനമന്ത്രി ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിൽ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി. ഭീകരർക്ക് തിരിച്ചടി നൽകാനുള്ള സമയവും രീതിയും ലക്ഷ്യവും സൈന്യത്തിന് തീരുമാനിക്കാമെന്നും പ്രധാനമന്ത്രി യോഗത്തിൽ വ്യക്തമാക്കി. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ നിർണായക കൂടിക്കാഴ്ചകൾ തുടരുകയാണ്. ആക്രമണത്തിന് പിന്നിലുള്ളവർക്ക് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് തന്നെയാണ് കേന്ദ്ര നിലപാട്. സുരക്ഷാ അവലോകനത്തിനും സുപ്രധാന നടപടികൾ ചർച്ച ചെയ്യുന്നതിനുമായി പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നാളെ വീണ്ടും സുരക്ഷാകാര്യ മന്ത്രിസഭാ സമിതി യോഗം ചേരും. സാമ്പത്തിക രാഷ്ട്രീയ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതികളും നാളെ ഉണ്ടാകും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.